നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇന്റർനെറ്റ്. ഇവിടെ ജർമ്മനിയിൽ അടുത്തിടെയായിട്ട് നടക്കുന്ന ഒരു ഇന്റർനെറ്റ് സ്കാമിനെ പറ്റി പറയാനാണ് ഈ വീഡിയോ. നമ്മുടെ വീടുകളിലേക്ക് ഒരു റെപ്യൂട്ടഡ് കമ്പനി ടെക്നീഷ്യൻ ആണെന്നും പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി ഒരാൾ കയറി വരുന്നു. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈഫൈ മോഡൽ ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നെ അവർ ഈ വന്നയാളുടെ കമ്പനിയുടെ സെയിം മോഡൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിന് പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പുതിയ മോഡൽ എടുക്കണമെന്ന് പറയും. ഇനി അഥവാ നിങ്ങൾ വേറെ കമ്പനിയുടെ മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വന്നവർ പറയും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി അത് നിർത്താൻ പോവുകയാണ്, ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നിർത്തുവാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കമ്പനി ജോയിൻ ചെയ്യും. ഞങ്ങൾ ഓൾറെഡി എല്ലാ വീടുകളിലും സപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഈ ബിൽഡിങ്ങിൽ തന്നെ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ കണക്ഷൻ എടുക്കാൻ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കും. ഇനി നമ്മൾ ഒരു എന്താ പറയുക ഇതും എടുത്തിട്ടില്ലെങ്കിൽ, വൈഫൈ എടുത്തിട്ടില്ലെങ്കിൽ അവർ പറയും ഇത് എടുക്കാൻ വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഒരു കണക്ഷൻ കേബിൾ വലിക്കണം, ഈ കേബിൾ വലിക്കാൻ വേണ്ടി ഒരു 10 യൂറോ എക്സ്ട്രാ ആകും. ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മോഡവും തരും. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് മേടിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയുടെ കണക്ഷൻ ഈ പുതിയത് ആക്ടിവേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കമ്പനിയുടെ കോൺട്രാക്റ്റ് വേറൊരു കമ്പനിക്ക് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്കും ആ കമ്പനിക്ക് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ വഴി നമ്മുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യപ്പെടാം. പുറത്തുനിന്ന് വന്ന ഒരാൾ വഴി എനിക്കറിയാവുന്ന ഒരു വ്യക്തി പുതിയൊരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം റൂംമേറ്റിന്റെ പേരിൽ വേറൊരു സ്ഥലത്ത് വേറൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നു. മാസം തോറും അവരുടെ പേരിൽ ബില്ല് വരുന്നു. ഇങ്ങനെ ഒരു കണക്ഷൻ എടുക്കാത്തത് കൊണ്ട് അവരിതിനെക്കുറിച്ച് ബോധേഡാവുന്നുമില്ല. എന്നാൽ പിന്നീട് ഇതൊരു വലിയ എമൗണ്ട് ആവുകയും ഫൈൻ അടയ്ക്കണം എന്ന രീതിയിലേക്ക് ആവുകയും ചെയ്യുന്നു. അവർ കമ്പനിയിൽ പോയി നേരിട്ട് അന്വേഷിക്കുന്നു. നിലവിൽ അവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്നു. ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പണം അടയ്ക്കണം എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ സഹായത്തിനായിട്ട് അവർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ മുഖേന ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ഇന്റർനെറ്റ് കണക്ഷൻ ആണോ വേണ്ടത് ആ കമ്പനിയിൽ പോയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ കൂടുതൽ ആളുകൾ അബദ്ധത്തിൽ പെടാതിരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.